ഹലോ, നല്ല നമസ്കാരം. ബ്രോമാൻസ് ഇത് സിനിമ ഒരു കൂതറ സിനിമയാണ് എന്ന് തന്നെ പറയണം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതാണ്, അതിനപ്പുറമൊന്നുമില്ല. നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. മാത്യു തോമസും അതോടൊപ്പം തന്നെ അർജുൻ അശോകനും ഒക്കെ നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. കൂടെ മഹിമയും കൂടി നല്ല രീതിക്ക് വെറുപ്പിച്ചിട്ടുണ്ട്. അല്പമെങ്കിലും ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഇതിലെ കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് സംഗീത് ചെയ്തിട്ടുള്ള ആ ഒരു സാധനം, അതോടൊപ്പം തന്നെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വലിയ കേമമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല എന്ന് തന്നെ പറയണം. ഇതിൻ്റെ സംവിധായകൻ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, ഞാൻ കേട്ടിട്ടില്ല. വലിയ പ്രശസ്തനായിട്ടുള്ളൊരു ആളാണെന്ന് തോന്നിയിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സ്റ്റോറി നോക്കുമ്പോൾ ഒന്നുമില്ല. ഒരു ബ്രദർ അദ്ദേഹത്തിൻ്റെ ബ്രദറിനെ തേടി പോകുന്നു. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോ അതല്ലെങ്കിൽ വന്നു ചേരുന്ന കുറേ പേരും അങ്ങനെയുള്ള ഒരു സാധനം എന്നിട്ട് ബ്രദറിനെ കണ്ടെത്തുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ഇതിനിടയിൽ റൊമാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുക് മണി പോലും വലിപ്പമുള്ള അവിടെയും ഇവിടെയുമായിട്ടുള്ള ചില റൊമാൻസിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ബ്രോമാൻസിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഇതിനെ സ്റ്റോറി മേക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ വന്നപ്പോൾ ഇത് ഒരു ഫുൾ ടൈം ഫൺ ആ രീതിയിലേക്കാണ് ഈ സിനിമ മേക്ക് ചെയ്തത്. പക്ഷേ പറയാൻ ശ്രമിച്ച ഒരു സാധനം എന്ന് പറയുന്നത് ഒരു എന്താണ്, പെൺ ഈച്ചയും അതിനോടൊപ്പം ചേരുന്ന ബാക്കിയുള്ള കുറേ ഈച്ചകളും വന്ന് തേൻ കുടിക്കുന്ന ഒരു സാധനത്തെ വച്ചുകൊണ്ടാണ്, അതേ ഒരു സാധനം വച്ചിട്ടാണ് ഇത് ചെയ്യാൻ നോക്കിയത്. പക്ഷേ അത് ക്ലൈമാക്സിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. ആ പറയാൻ ഉദ്ദേശിച്ച സാധനം ക്ലൈമാക്സിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. അത് വലിയൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കാം എന്നതിനപ്പുറം കോമഡി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഭാഗവും ഇത്തിരി വീക്കായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സമയം ജസ്റ്റ് ഒന്ന് പോയി കാണാം എന്നതിനപ്പുറം ഇത് വലിയ കേമമായിട്ടുള്ളൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെ, താങ്ക് യു.